കോട്ടയത്തൊക്കെ ഭയങ്കര ചൂടാ. നമ്മളിപ്പം സമ്മർ സീസണിലൂടെ പൊക്കോണ്ടിരിക്കുക അല്ലെ. ഭയങ്കര ചൂട്, ആവി, നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. ഇപ്പൊ കോട്ടയത്തെ ഇന്നത്തെ ചൂടെന്ന് പറയുന്നത് ഏകദേശം 35 ഡിഗ്രി തൊട്ട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്ര ചൂടാണ് നമ്മുടെ കോട്ടയത്ത്. അപ്പോ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും. ചൂട് ഭയങ്കര കൂടുതലാണ് ഇപ്പം. കമ്പാരിറ്റീവ്ലി മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ചൂടാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ബോഡിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിപ്പം ഒരു ചൂട് കാലം അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ സമ്മർ സീസണിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേർക്കുന്നത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. പക്ഷെ അതേ സമയത്ത് യൂറിനേഷൻ എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സമ്മർ സീസണിൽ ഡ്രിങ്ക് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നതും ഭയങ്കര കൂടുതലാണ്. അതായത് കമ്പാരിറ്റീവ്ലി തണുപ്പുള്ള ഒരു സമയത്തെ വെച്ച് നോക്കുമ്പോൾ ചൂടുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. പക്ഷെ എന്താണ്, നമ്മളുടെ ബോഡിയിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ യൂറിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഈ പറയുന്ന യൂറിനേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ സമ്മർ സീസണിൽ? ഇല്ല. പക്ഷെ നമ്മൾ നമ്മളുടെ സ്വെറ്റിലൂടെയാണ് ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ് കൂടുതലായിട്ടും ഈ ഒരു സമ്മർ സീസണിൽ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞത് നമ്മുടെ സമ്മർ സീസൺ ആണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വിന്റർ സീസൺ ആവുമ്പോൾ അല്ലെ. വിന്റർ സീസണിൽ നമ്മളുടെ ബോഡി സ്വെറ്റ് ചെയ്യുന്നത് വളരെ കുറവും അതേ സമയത്ത് യൂറിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുന്നത് കൂടുതലുമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഈ ബോഡി കറക്റ്റ് ആയിട്ട് ഈ ഒരു സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ബോഡി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഇത്തരത്തിലുള്ള നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന പല പല ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമ്മളുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പം ഈ ഒരു ടേം കേൾക്കുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ. എന്താ ശരിക്കും ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിയാതെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ഇൻസൈഡ് ദ ബോഡി നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കറക്റ്റ് രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ലൈഫ് പ്രോസസ്സുകളും കറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തു പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാം ചേർന്നതായിരിക്കും ഒരു എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മളുടെ ബോഡിയുടെ ഇൻസൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്, ഒരുപാട് ഗ്ലാൻഡുകളും അതുപോലെ ഈ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ടായിരിക്കും. ഈ കെമിക്കൽസും എല്ലാം ചേർന്നതാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെ ചേർന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതുപോലെ തന്നെ ആ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻസ് കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സെക്രീഷനെ പറയുന്ന പേരാണ് ഹോർമോൺ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പം ആ ഒരു ടേം കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഹോർമോൺ അല്ലെ. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പലതരത്തിലുള്ള ഹോർമോൺസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലെ ചില കണ്ടീഷൻസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺസിനെ ഒക്കെ കുറിച്ച് നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻസുലിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻസുലിൻ അല്ലെ, നമ്മുടെ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ്. ഇത്തരത്തില് പല തരത്തിലുള്ള ഹോർമോണുകൾ പല എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും എന്താണ്? കെമിക്കൽസ് ആണ്. അതെ, ശരി, പർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്, ഹോർമോൺസ് എന്താണ്? കെമിക്കൽസ് ആണ് അല്ലെ. ഇതൊരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടായിരിക്കും
ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഹോർമോൺസ്? എന്താണ് ഹോർമോൺസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹോർമോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹോർമോൺസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതൊരു മെസ്സഞ്ചേഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം ഇപ്പൊ ആധുനിക കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ, അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ഈ മെസ്സഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെസ്സേജ് ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒന്നാണ് മെസ്സഞ്ചേഴ്സ് അല്ലെ. അതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ഹോർമോണും ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കെമിക്കലിനെ മറ്റൊരു പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെല്ലിലേക്ക് എത്തിച്ചതിന് ശേഷം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോണിന്റെ ആക്ടിവിറ്റീസ് കാരണമാണ് നമ്മളുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ നല്ല ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് നമ്മൾ ഇരിക്കാനുള്ള കാരണം അതാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഹോർമോൺ എന്തെങ്കിലും അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ നടക്കാതെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, പതിയെ പതിയെ ഡിസ്ട്രക്റ്റഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പം ഇതാണ് ഹോർമോൺസിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ഇതൊരു മെസ്സഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡക്റ്റില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് വേറൊരു ടിഷ്യൂവിൽ അല്ലെങ്കിൽ വേറൊരു സെല്ലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൽ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ നിയർ ബൈ ആയിട്ടുള്ള ഒരു സെല്ലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ച് ദൂരെ ഉള്ള ഒരു ഓർഗനിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡക്റ്റില് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്ത ഈ ഒരു ഹോർമോണ് എങ്ങോട്ടേക്ക് എത്തണം? ടാർഗറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ടിഷ്യൂനാണോ ഈ പറഞ്ഞ ഹോർമോണെ കൊണ്ട് ആവശ്യം, ആ സെല്ലിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹോർമോൺ എത്തണം. അപ്പം ഇതിനെ ഇങ്ങനെ ഒരു ടിഷ്യൂവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ആർക്കില്ല. നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്രീഷൻ പോകാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡക്റ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഡക്റ്റുകളോ പ്രത്യേകിച്ച് ഇതിന് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് എന്താണ് ഡക്റ്റുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനെ അറിയപ്പെടുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ അറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടേണ്ട സെൽസിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഹോർമോൺസ് ഒക്കെ നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ടിഷ്യൂവിലേക്ക് അല്ലെങ്കിൽ സെൽസിലേക്ക് എത്തുന്നത് അല്ലെ? അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് ആണ്. ഓക്കെ, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് മിഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ബ്ലഡ് ആണ് എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഹോർമോണിനെ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ ബ്ലഡ് ആണ്. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താണ് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് എന്തുണ്ട്? ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലാൻഡുകളിൽ നിന്നാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന്? ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ഒരു പാർട്ടാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയുടെ സെക്രീഷൻസും കൂടി ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? ബ്രെയിനിന്റെ പാർട്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈപ്പോതലാമസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? അപ്പോ ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. which means they are able to produce hormones. ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ബ്രെയിനിലുള്ള മറ്റൊരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബ്രെയിനിൽ കാണപ്പെടുന്ന മറ്റൊരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ള ഒരു ഗ്ലാൻഡ് ആണ് എന്ത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് നമ്മളുടെ ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ കാണപ്പെടുന്ന മറ്റൊരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മളുടെ തൈറോയിഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ചിലർക്ക് തൈറോയിഡ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഒന്നാണ് നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഏതൊക്കെ ഗ്ലാൻഡുകൾ ഉണ്ടെന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് പിന്നീട് വരും. അപ്പൊ അതിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഈ പറയുന്ന തൈറോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നതെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ്, പിന്നെ തൈമസ്, അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ തൊട്ടു മേളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടെന്ന്. ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ആര്, നമ്മളുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും നേരം പറഞ്ഞ ഗ്ലാൻഡുകള് മെയിലിലും ഫീമെയിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിരുന്നു. ഓക്കെ, പക്ഷേ മെയിലിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രം, മെയിലിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡും പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജിൽ മെയിലിലെയും ഫീമെയിലിലെയും എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫീമെയിലിൽ കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, ഓവറി എന്ന് പറയുന്നത് ഫീമെയിലിൽ കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതേ സമയത്ത് മെയിലില് ഓവറിക്ക് പകരം കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിലില് ടെസ്റ്റിസും ഫീമെയിലില് ഓവറിയും എന്താണ് സ്പെസിഫിക്കലി കാണപ്പെടുന്നതാണ്. മെയിലിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് എന്നു പറയുന്നത് ഓവറിയും അതുപോലെ മെയിലില് ടെസ്റ്റിസും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ. ഓക്കെ, അപ്പൊ ഇവരിൽ നിന്നും, ഈ ഒരു ഗ്ലാൻഡിൽ നിന്നും പല തരത്തിലുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഏതൊക്കെയാണ് ഈ സെക്രീഷൻസ്, അതുപോലെ തന്നെ ഇവയുടെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോരോ ഗ്ലാൻഡുകളും ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, അവരുടെ സെക്രീഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോർമോൺസിനെ കുറിച്ച് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ എന്താണ് ഹോർമോൺസ്, എവിടെ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ഏത് നമ്മുടെ ബോഡി സിസ്റ്റത്തിലുള്ള ഒന്നാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് ജസ്റ്റ് അതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം. ഇനി എന്തെല്ലാം ചേർന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം? നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതുപോലെ തന്നെ അവയുടെ സെക്രീഷൻസും കൂടി ചേർന്നതാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയുടെ സെക്രീഷൻസും കൂടി ചേർന്നിട്ടാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷൻസിനെ പറയുന്ന പേരാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇവർ ശരിക്കും എന്താണ്, കെമിക്കൽസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, നമ്മളുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ തരത്തിലുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ പറയുന്ന ഹോർമോൺസ് ആയിരിക്കും. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരുന്നു ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്? ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, നമ്മളുടെ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തെടുത്തിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ. അവ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഹോർമോൺസ് ഒക്കെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നും ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂവിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് നമ്മളുടെ ഹോർമോൺസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
പക്ഷെ അത് ഏതുവഴിയായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ത്രൂ ബ്ലഡ് ആയിരിക്കും. അതായത് ബ്ലഡ് ത്രൂ മാത്രമായിരിക്കും ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് അറിയപ്പെടുന്നത്. കാരണം അവയെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ഒരു സെല്ലിലോ ആയിരിക്കും ആക്ട് ചെയ്യേണ്ടത്. അപ്പം ബ്ലഡ് വഴിയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് നമ്മളുടെ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനിലേക്ക് ഇത് എത്തുന്നത്? അല്ലെങ്കിൽ ആ ഒരു എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പൊ അതറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടായിരിക്കും, എനിക്കും അതുപോലെ തന്നെ താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹൗ ദി ഹോർമോൺസ് റീച്ച് ദെയർ ടാർഗറ്റ് സെൽ? എല്ലാ ഹോർമോൺസും ഒരേ ടാർഗറ്റ് സെല്ലിൽ ആയിരിക്കത്തില്ല ചെല്ലേണ്ടത്, അല്ലെ? അവയ്ക്ക് ആക്ട് ചെയ്യേണ്ട സെൽ എന്ന് പറയുന്നത് പല ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലുകളിലേക്കായിരിക്കും ഇവയ്ക്ക് ആക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് അതിന്റെ ടാർഗറ്റ് സെല്ലിലേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹോർമോൺസ് ടാർഗറ്റ് സെല്ലിലേക്ക് പോകുന്നത്. ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലായിരിക്കും അല്ലെ? അപ്പൊ നമുക്കത് പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ ബോഡിയിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്. ഓക്കെ, ആ ഒരു ഗ്ലാൻഡ് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് സെക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്രീറ്റിംഗ് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ടായിരിക്കും. ആ ഗ്ലാൻഡിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹോർമോൺസ് ആണ് ഇവിടെ നമ്മുടെ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഹോർമോൺസ്. ഇതാണ് നമ്മുടെ ഹോർമോൺസ്. ഓക്കെ, ഈ ഹോർമോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഹോർമോൺസ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യും. ആ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതിനെ ക്യാരി ചെയ്യുന്ന ആരാണെന്നാണ് മുമ്പേ പറഞ്ഞത്? ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് ആണ് അതിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് നമ്മളുടെ കാപ്പിലറി ആണ്. ഈ കാപ്പിലറിയിലൂടെ എന്ത് ഒഴുകുന്നുണ്ട്? നമ്മളുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ബ്ലഡിലേക്ക് ആര് എൻറ്റർ ചെയ്യും? നമ്മളുടെ ഹോർമോൺസ് എൻറ്റർ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു യെല്ലോ കളറിലുള്ള റെപ്രസെന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോർമോൺസ് എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നു? നമ്മളുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ബ്ലഡിലേക്ക് ഇത് എൻറ്റർ ചെയ്ത് നമ്മളുടെ ബ്ലഡിലൂടെ ഇതിങ്ങനെ പാസ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്തു? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തു. സെക്രീറ്റ് ചെയ്ത ആ ഒരു ഹോർമോണെ ആരാണ് പിന്നീട് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. അതായത് കാപ്പിലറീസിലൂടെ പോകുന്ന നമ്മളുടെ ബ്ലഡ് ആണ് ആരെ ക്യാരി ചെയ്യുന്നത്? നമ്മുടെ ഹോർമോൺസിനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കറിയാം ഓരോ ഹോർമോൺസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെൽ ഉണ്ടായിരിക്കും. ടാർഗറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ ഹോർമോൺ ആക്ട് ചെയ്യേണ്ടത് എവിടെയാണോ അതിനെയാണ് നമ്മൾ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഹോർമോൺസും ആക്ട് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ എപ്പോഴും ആക്ട് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗനിൽ കാണപ്പെടുന്ന എന്തിലായിരിക്കും? സെല്ലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹോർമോൺസ് ഇങ്ങനെ ബ്ലഡിലൂടെ പാസ് ചെയ്തു പോകുന്നു. പാസ് ചെയ്തു പോയിട്ട് അതിന്റെ ടാർഗറ്റ് സെല്ല് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്ലഡിൽ നിന്നും നമ്മളുടെ ബോഡിയിലുള്ള സെൽസിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടാർഗറ്റ് സെല്ലിലേക്ക് ആര് റിലീസ് ആവും? നമ്മളുടെ ഹോർമോൺസ് ബ്ലഡിൽ നിന്നും എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള സെല്ലിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ
ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിൽ എത്തിയ ബ്ലഡിനെ എന്ത് ചെയ്യണം, ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് എത്തിക്കണം. അപ്പൊ ഇങ്ങനെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവർ പതിയെ നമ്മുടെ ബ്ലഡ് നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, നമ്മുടെ ബോഡിയിൽ ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഏത് സെല്ലിൽ വേണമെങ്കിൽ പോയിട്ടും നമ്മളുടെ ഹോർമോണിന് ആക്ട് ചെയ്യാൻ പറ്റും അല്ലെ? പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മുടെ സെല്ലിന്റെ മുകളിലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇത് നമ്മളൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇത് നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെല്ലിലേക്ക് ഇത് നമ്മളുടെ ടാർഗറ്റ് സെല്ലാണ്. ഓക്കെ, ഇത് നമ്മുടെ ടാർഗറ്റ് സെല്ലാണ്. അപ്പൊ ഈ ഒരു ടാർഗറ്റ് സെൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ടാർഗറ്റഡ് അല്ലാത്ത നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള സെല്ലും നമ്മളുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള സെല്ലും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോർമോൺസ് നമ്മളുടെ ടാർഗറ്റ് സെല്ലിൽ ആക്ട് ചെയ്യണം അല്ലെ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെല്ലിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഹോർമോൺ ഏത് സെല്ലിലാണോ ആക്ട് ചെയ്യേണ്ടത് ആ സെല്ലിനെയാണ് നമ്മൾ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് ബാക്കിയുള്ള സെല്ലുകളെല്ലാം എന്തായിരിക്കും, നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഹോർമോൺസ് ടാർഗറ്റ് സെല്ലിനെ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മളുടെ ഈ ഒരു സെല്ലിന്റെ ഔട്ട്സൈഡിലായിട്ട് അല്ലെങ്കിൽ സെല്ലിന്റെ സർഫസിലായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിന്റെ സർഫസിലായിട്ട് എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് സെല്ലിന്റെ സർഫസിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ നടക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സെല്ല്, ഇതൊരു സെല്ലാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ സെല്ലിന്റെ സർഫസിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ഒരു റിസപ്റ്റർ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ നിന്നും ഇങ്ങനെ റിലീസ് ചെയ്ത് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതൊക്കെ ഹോർമോൺസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്ലഡിൽ നിന്നും പാസ് ചെയ്ത് ആര് വരുന്നു, നമ്മുടെ ഹോർമോൺസ് എങ്ങോട്ടേക്ക് വരുന്നു, നമ്മുടെ സെല്ലിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ സെല്ലിലേക്ക് വരുമ്പം നമ്മുടെ സെല്ലിന് എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ ഉണ്ട്. ഇവിടെ റിസപ്റ്റർ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഈ പറയുന്ന ഹോർമോൺസ് നമ്മുടെ സെല്ലിന്റെ സർഫസിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ റിസപ്റ്ററിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. നമ്മളുടെ ഹോർമോൺസിന് കറക്റ്റ് ആയിട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ലൊക്കേഷൻ അവിടെയുണ്ട്. ആ ലൊക്കേഷനിലേക്ക് ആര് കയറിയിരിക്കും, നമ്മളുടെ ഹോർമോൺസ് കയറിയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് തോന്നും, ഇപ്പൊ എല്ലാ ഹോർമോൺസിനും ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റൂലോ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഹോർമോണിന് അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസപ്റ്ററിൽ ഈ പറയുന്ന ഹോർമോൺ ബൈൻഡ് ചെയ്യേണ്ട ആ ഒരു പോർഷനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഏത് ഷേപ്പാണോ, അതായത് സെയിം ഷേപ്പ് ഉള്ള ഹോർമോണും റിസപ്റ്ററും തമ്മിൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഒരു ബൈൻഡിങ് നടക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഹോർമോണിന്റെ സെൽ സർഫസിലുള്ള റിസപ്റ്ററിലെ ബൈൻഡിങ് പോർഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു ഷേപ്പിലുള്ളതാണ് നമ്മളുടെ ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ളതാണ് വന്നിരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഹോർമോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഹോർമോൺ ഇവിടെ ഫിറ്റ് ആകുമോ? ഇല്ല. പക്ഷെ ഈ ഹോർമോൺ ആയിരിക്കും ഈ ഒരു ബൈൻഡിങ് സൈറ്റിൽ ഫിറ്റ് ആവുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പ് വെച്ചിട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ഒരു ഹോർമോൺ ഒരു സെല്ലിന്റെ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസപ്റ്ററിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബൈൻഡ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും അല്ലെ. അവിടെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഹോർമോണും റിസപ്റ്ററും തമ്മിൽ എന്ത് ചെയ്തു, ബൈൻഡ് ചെയ്ത് അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തു. ഇങ്ങനെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഒരു ഹോർമോൺ വന്ന് ഒരു റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുതിയ ആള് വന്നു അല്ലെ, നമ്മളുടെ ഹോർമോൺ വന്നു. അപ്പൊ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു.
നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആ സെല്ലിനകത്ത് എന്ത് സംഭവിക്കും? സ്പെസിഫിക് ആയിട്ടുള്ള ചില ചേഞ്ചസ് ഉണ്ടാവും. ഈ ചേഞ്ചസ് ആണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഹോർമോണിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു റെസ്പോൺസ് ആണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ബോഡിയുടെ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ ഇവിടെ വരെ? അതായത് ഇത്രമാത്രം നമ്മൾ ഓർത്താൽ മതി. നമ്മളുടെ ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിരിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസിനെ സിറ്റുവേഷൻസിനനുസരിച്ചായിരിക്കും ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോരോ സിറ്റുവേഷൻസിനനുസരിച്ചായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇത് റിലീസ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? നമ്മളുടെ ബ്ലഡിലേക്കായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ആയിരിക്കും പിന്നീട് നമ്മുടെ ഹോർമോണിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് ടാർഗറ്റ് സെല്ലിനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെല്ലിന്റെ സർഫസിലും സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ റിസപ്റ്ററിൽ ഈ പറയുന്ന ഹോർമോൺ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈൻഡിങ് സൈറ്റും ഉണ്ടായിരിക്കും. ആ ബൈൻഡിങ് സൈറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. ആ ഷേപ്പ് തന്നെയുള്ള ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് അത് ഫോം ചെയ്യത്തുള്ളൂ. അതായത് അങ്ങനെ ഫോം ചെയ്യുന്ന കോംപ്ലക്സിനെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ലില് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരും. ഓക്കെ, സെല്ലില് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ ഒരു അടുക്കള എടുക്കുവാണെങ്കിൽ, അടുക്കളേനെ നമ്മളൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നത് അരകല്ല, അല്ലെ? അരകല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് ഒരു മോഡേൺ ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഒരു എന്താണ് അരകല്ലിൽ നിന്ന് മാറി എന്തിലേക്ക് മാറി? മിക്സിയിലേക്ക് മാറി, അല്ലെ? ഈ മിക്സിയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ വീട്ടിലെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒരു ആക്ടിവിറ്റീസിന്റെ സ്പീഡ് ആയിക്കോട്ടെ, എല്ലാത്തിലും ചേഞ്ചസ് വന്നു, അല്ലെ? അവിടെ പുതിയൊരു സംഭവം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മളുടെ അടുക്കളയിൽ ഉണ്ടായത്. അതുപോലെ തന്നെയാണ് സെല്ലില് നമ്മളുടെ ഹോർമോൺ വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നതും. കാരണം അത്രയും നേരം നമ്മുടെ സെല്ലില് റിസപ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്പെസിഫിക് ആയിട്ട് വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ അവിടെ വന്നു. ഹോർമോൺ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ റിസപ്റ്ററിനെ വന്ന് ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അല്ലെങ്കിൽ പുതിയൊരു ആളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായി. ആ ചേഞ്ചസിനെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് കാരണമുണ്ടായ ആ ചേഞ്ചസ് ആണ് പിന്നീടുള്ള ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് നിങ്ങളുടെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എവിടെ നിന്നാണ് ഹോർമോൺ വരുന്നത് എന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ ഓൾറെഡി നമ്മളിപ്പം മുമ്പേ കാണിച്ച ഒരു ഇമേജിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെൽ ഉണ്ടായിരിക്കും. ആ സെല്ലായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതെങ്ങോട്ടേക്ക് വരുന്നത്? നമ്മുടെ ഹോർമോൺ മോളിക്യൂൾസ് ബ്ലഡിലേക്ക് എത്തുന്നു. ഇങ്ങനെ ബ്ലഡിലേക്ക് എത്തിയ നമ്മുടെ ഹോർമോൺ മോളിക്യൂൾസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെല്ലിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ സെല്ലിലേക്ക് എന്തിനെ റിലീസ് ചെയ്യുന്നു? ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഹോർമോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ടാർഗറ്റ് സെൽ ഉണ്ടായിരിക്കും. ആ ടാർഗറ്റ് സെൽ ഉള്ളിടത്തേക്കായിരിക്കും ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ സെല്ലിന്റെ സർഫസിൽ എന്തുണ്ടായിരിക്കും? റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്ത് സംഭവിക്കും? നമ്മളുടെ ഹോർമോൺ റിസപ്റ്റേഴ്സിലേക്ക് നമ്മുടെ ഹോർമോൺ വന്നിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത സ്ട്രക്ചർ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു
ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുകയും ഇങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ സെല്ലില് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ നടന്നുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് അല്ലാതെ സെർട്ടൈൻ ചേഞ്ചസ് സെല്ലുലാർ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുകയും ആ ചേഞ്ചസ് കാരണമായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുകയും നമ്മളുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഹോർമോൺസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂവിൽ വന്ന് അല്ലെങ്കിൽ ഒരു സെല്ലിൽ വന്ന് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഹോർമോൺ എങ്ങനെയാണ് ഒരു ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത് എന്നുള്ളത് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഓരോരോ പോയിന്റുകൾ ഇത്രയും മാത്രമേ ഉള്ളൂ. എന്താണ്, ഹോർമോൺസ് നമ്മുടെ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നതിനുള്ള മേജർ സ്റ്റെപ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബ്ലഡ് ത്രൂ മാത്രമായിരിക്കും ഹോർമോൺസ് എങ്ങോട്ടേക്ക് എത്തുന്നത്, ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഹോർമോൺസും സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിൽ മാത്രമായിരിക്കും ഈ ഹോർമോൺസിന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള റിസപ്റ്റേഴ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കുന്നത് ആരിൽ മാത്രമായിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിൽ മാത്രമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഹോർമോൺസും ആക്ട് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിൽ മാത്രം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഹോർമോൺസ്, നമ്മളുടെ ഹോർമോൺസിനെ ക്യാരി ചെയ്യുന്ന ആരാണ്, ബ്ലഡ്. ഇങ്ങനെ ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ഹോർമോൺസ് എന്ത് ചെയ്യും, നമ്മളുടെ സെല്ലിന്റെ സർഫസിലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹോർമോൺ മോളിക്യൂൾസ് എന്ത് സംഭവിക്കും, നമ്മുടെ റിസപ്റ്റേഴ്സ്, സെൽ സർഫസിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതുവഴി ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ത് ചെയ്യും, ഫോം ചെയ്യുകയും അപ്പൊ ഈ പറയുന്ന സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന എൻസൈംസും ഒക്കെ ആക്ടിവേറ്റഡ് ആവുകയും അങ്ങനെ ആക്ടിവേറ്റഡ് ആകുന്നത് വഴി ചില ചേഞ്ചസ് നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ പറയുന്ന ചേഞ്ചസ് ആണ് പിന്നീട് റെസ്പോൺസസ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിന് കാരണമാകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹോർമോൺസ് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മളുടെ ഈ കുട്ടിക്ക് ഒരു സംശയം, എല്ലാ ഹോർമോൺസും ഒരേ ഫംഗ്ഷൻ ആണോ ചെയ്യുന്നതെന്ന്. ആയിരിക്കുവോ, ഒരേ ഫംഗ്ഷൻ ആയിരിക്കുവോ ചെയ്യുന്നത്? അല്ലല്ലേ, എല്ലാ ഹോർമോൺസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കും, എന്ത് ചോദ്യമാണിത്? കാരണം നമ്മൾ തന്നെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവയെ ഓരോന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇപ്പൊ എല്ലാ ഹോർമോണും ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്ലാൻഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പോ എല്ലാ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ ഹോർമോൺസിനും സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്, ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നും അതുപോലെ തന്നെ ഓരോന്നും ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്നും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി നടക്കുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തെല്ലാം ചേർന്നതായിരുന്നു? എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയുടെ സെക്രീഷൻസും കൂടി ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ സെക്രീഷൻ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസിനെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസ് ആണ് സെല്ലുലാർ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോർമോൺസ് സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിൽ മാത്രമായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ഏത് സെല്ലിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ നമ്മൾ ഡക്ലസ് ഗ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു? ഡക്ലസ് ഗ്ലാൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാ?
അവയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹോർമോൺസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ത്രൂ ആയിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഒരു ഹോർമോൺ ആക്ട് ചെയ്യുന്ന സെല്ലിനെയാണ് ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. ആ ടാർഗറ്റ് സെല്ലിന്റെ സർഫസിലായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു റിസപ്റ്ററിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ സെല്ലുലാർ ആക്ടിവിറ്റീസിൽ ചേഞ്ച് വന്ന് അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇത്, ശരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ആണ്. കാരണം ഇനിയുള്ള പോർഷൻസിൽ നമ്മൾ പറയുന്ന എന്താണ്, ഓരോരോ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അതെങ്ങനെയാണ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനെ കറക്റ്റ് ആയിട്ട് ഹോമിയോസ്റ്റാസിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് നമ്മളുടെ ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Manorama Horizon. Learning made simple.